ഇത് ഇങ്ങനെ നമ്മൾ ദേവീഭാവങ്ങൾ പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായിരിക്കുന്നത്, ഒരു പെൺകുട്ടി ജനിച്ചിട്ട് സ്ത്രീ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, സ്ത്രീ പ്രധാനമായിട്ടായിരിക്കും. എന്റെ എല്ലാ ടോക്കുകളും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പൊ ആദ്യം ഒരു പെൺകുട്ടി ജനിക്കുന്നു, പ്രകൃതിയുടെ മകളായിട്ട് ജനിക്കുന്നു. പ്രകൃതിയാലുള്ള അത് ഒന്നുമില്ല, കളങ്കങ്ങളൊന്നുമില്ല. പ്രകൃതിയാൽ എന്താണോ ആ ഒരു മനുഷ്യ സ്ത്രീ ജനിക്കുമ്പോഴുള്ളത് ആ ഭാവത്തിൽ ജനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വിദ്യാർജനത്തിനുള്ള കാലമാണ്. അതാണ് ബ്രഹ്മചാരിയുടെ രൂപം. പിന്നീട് ചന്ദ്രഘണ്ഠയാണ് നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള, കാരണം വിദ്യ ആർജിച്ചിട്ടുണ്ട്, സമൂഹത്തെക്കുറിച്ചിട്ട് ഏതാണ്ടൊരു ധാരണയുണ്ട്, ലോകത്തെക്കുറിച്ച് ധാരണയുണ്ട്, കുറെ വിഷയങ്ങൾ അറിയാം. അപ്പൊ കുറെ കൂടി അവൾ ഊർജ്ജസ്വലമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ സമൂഹത്തെ പ്രതിരോധിക്കേണ്ടതുണ്ടാകും, സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടതുണ്ടാകും, സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ടാകും. ഇതിനെല്ലാം സന്നദ്ധയായിരിക്കുന്ന യുവത്വം നിറഞ്ഞ ഭാവം, ഒരു യുവതി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭാവത്തിലാണ് ചന്ദ്രഘണ്ഠ എന്ന രൂപം വരുന്നത്. അപ്പൊ ഈ ചന്ദ്രഘണ്ഠയായിട്ടാണ് ഈ 3-ാമത്തെ ദിവസത്തെ ആരാധനാ സമ്പ്രദായം വരുന്നത്. പിന്നെ അപ്പോ എല്ലാ രീതിയിലും വളരെ ചടുലമായി പറഞ്ഞു, വളരെ ഊർജ്ജസ്വലതയോട് ചടുലമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ പാകത്തിനാണ് ചന്ദ്രഘണ്ഠാരൂപത്തിലുള്ള ആരാധന വരുന്നത്. മനസ്സിലായി. ഈ പറയുന്ന ഓരോ സംഭവങ്ങളും ഓരോ ദിവസവും ഞാനത് വളരെ പൂർവാധികം എന്താ പറയുക, വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയായിരുന്നു. അതായത് ഇടയ്ക്ക് സംസാരിക്കാത്തതും ആ ഒരു ഫ്ലോ പോണ്ട, അതായത് ടീച്ചറുടെ ആ ഒരു വളരെ ലയിച്ച സംസാരിക്കുന്നത്, ഒരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു മാതാവിന്റെ സ്ഥാനത്ത്, അതായത് ഒരു 9 ദിവസങ്ങൾ എന്ന് പറയുന്ന ഓരോ സങ്കല്പമാണ് ദുർഗാ സങ്കല്പം. പരാശക്തി പാർവതി ദേവിയെ നമുക്ക് പല ഭാവങ്ങളിലായിട്ട് പല ദേവീ ചൈതന്യമായിട്ടാണല്ലോ നമ്മളുടെ ഓരോ സങ്കല്പത്തിൽ വിളിക്കുന്നത്. അപ്പോ പല പേർക്കും അറിയാത്ത കാര്യമാണ് ടീച്ചറോട് സംസാരിച്ചത്, എങ്ങനെ ചൈതന്യം, എന്താണ്, ഏതാണ് ചൈതന്യം വരുന്നതെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പൊ ആ ചൈതന്യം നമ്മളിലേക്ക് സ്വാംശീകരിക്കാൻ വേണ്ടി ലോകം മുഴുവനും, ഭാരതം മുഴുവനും, നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് ഈ പറയുന്ന നവരാത്രി. അതെ, അവര് നൃത്തോത്സവമായിട്ടും പാട്ടോത്സവമായിട്ടും അതെ വലിയ ആഘോഷം. ഞാൻ നോർത്ത് ഇന്ത്യ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ വേറെ രീതിയിലുള്ള ആഘോഷമായിരുന്നു. ബാംഗ്ലൂരിൽ, കർണാടകയിൽ സമയത്ത് വേറെ ആഘോഷമായിരുന്നു. അപ്പൊ ഹൈദരാബാദ് വേറെ ആഘോഷമാണ്. എല്ലാ സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കൾച്ചേർഡാണ് ഉണ്ടാകുന്നത്. സോ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് സംഭവം എന്താണ്? ദേവിയെ സ്വാംശീകരിക്കുക, ദേവിയുടെ എനർജി നമ്മൾ ഒബ്സർവ് ചെയ്യുക, ആ ഒരു ദേവിയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു തന്മയത്തോടു കൂടി ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി മലയാളികൾക്കാണ് അങ്ങനെ ഒരു ഭാഗ്യമുള്ളത് എന്ന് ഞാൻ കരുതുന്നു. അല്ല, കുറെ പേർക്ക് അറിയാം, അമ്മമാർക്കൊക്കെ അറിയാമെങ്കിലും എല്ലാം പൂർത്തിയായി അറിയണമെന്നില്ല. പക്ഷെ ഇതിപ്പോ വളരെ ക്ലിയർ ആണ്. അടുത്ത ഭാവം കേൾക്കുവാൻ നമ്മുടേത് ഇപ്പൊ പറഞ്ഞു, നമ്മളിപ്പം ഗുജറാത്തിന്റെ ഒരു കൾച്ചർ, ഇത് നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. പല ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് ഇപ്പൊ ഗുജറാത്തീസ് ഒക്കെ വലിയ നൃത്തോത്സവമാണ് ആ സമയത്ത്, അല്ലെ? അപ്പോ അതേപോലെ തന്നെ ഇപ്പം ഗോവൻ ബ്രാഹ്മിൺസ് ഒന്നും തന്നെയല്ല, എങ്കിലും അധികം നമുക്ക് കാണാൻ പറ്റുക അവരെയാണ്. അപ്പൊ അവര് കുമാരി പൂജയായിട്ടും സുമംഗലി പൂജയായിട്ടും വലിയ ആഘോഷമാണ്. വളരെ ഭാഗങ്ങളിലൊക്കെ കുമാരി പൂജയുണ്ട്. ഞാൻ ഓൾറെഡി ഇൻവോൾവ് ആയിരുന്നു. ഈ തുളു ബ്രാഹ്മിൻസും പിന്നെ അതുപോലെ തന്നെ കൂർഗും ഇവരൊക്കെ ചെയ്യുന്നത് കുമാരി പൂജ ഭയങ്കര സംഭവമാണ്, ഭയങ്കര രസമാണ്. വളരെ ശരിക്കും ഈ സുമംഗലി പൂജയും കന്യാപൂജയും ചെയ്യുന്ന ഈ പിന്നെ കൊങ്കൺ ബ്രാഹ്മിൺസിന്റെ, ഗോവ ബ്രാഹ്മിൺസിന്റെ കൊങ്ങിണിമാർ എന്ന് പറയുന്നത്, അപ്പൊ അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ കാലം. അപ്പം ശരിക്കും സ്ത്രീകളുടെ ഒരു ഉത്സവം തന്നെയാണ്. വിശേഷപ്പെട്ട നിവേദ്യങ്ങൾ ഉണ്ടാക്കുകയും ബൊമ്മക്കൊലു വെക്കുകയും അതേപോലെ തന്നെ എല്ലാ ദിവസവും കാലത്ത് പെൺകുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് വേണ്ട അവരെ വളരെ ആദരവോടുകൂടി പായ വിരിച്ച് ഇരുത്തി, പിന്നെ അതല്ലെങ്കിൽ പലകയിട്ട് ഇരുത്തി അവരെ ആരാധിച്ച്, പൂക്കൾ കൊണ്ട് ആരാധിച്ച്, തലയിൽ പൂവ് ചൂടി കൊടുത്ത്, പൊട്ട് തൊട്ട് കൊടുത്ത്, കുറച്ചിങ്ങനെ പിന്നെ സമ്മാനങ്ങളൊക്കെ നൽകി, അതിനകത്ത് ആഭരണങ്ങൾ ഉണ്ടാകും, വസ്ത്രമുണ്ടാവും, കുങ്കുമം ഉണ്ടാവും, ചന്ദനം ഉണ്ടാവും. ഇങ്ങനെ വളരെ ആ കുട്ടികളെ വളരെ സന്തോഷവതികളാക്കിയിട്ടാണ് നിർത്തുന്നത്. അതേപോലെ തന്നെ സന്ധ്യാസമയങ്ങളില് സുമംഗലികളായിട്ടുള്ള സ്ത്രീകളെ വിളിച്ചിട്ട് ഇതേപോലെ തന്നെ വസ്ത്രങ്ങൾ കൊടുത്ത്, പിന്നെ ആഭരണങ്ങൾ അണിയാൻ കൊടുത്ത്, ചന്ദനവും കുങ്കുമവും മഞ്ഞളും കൊടുത്ത് വലിയ ബഹുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ അതേസമയം നമ്മുടെ കേരളീയമായിട്ടുള്ള തനത് ആചാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള സ്ത്രീകളെ അല്ല ആരാധിക്കുന്നത്, നമ്മളുടെ ഇത് കുറച്ചും കൂടെ നിയന്ത്രിതമാണ്.
നമ്മൾ പരാശക്തിയെ നേരിട്ടാണ് ആരാധിക്കുന്നത്. അതിന്റെ ഒരു പ്രതിബിംബമായിട്ട് സ്ത്രീകളെ കണ്ട് അങ്ങനെയാ ചെയ്യുന്നില്ല. നേരിട്ട് ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ വീടുകളിൽ തന്നെ നേരിട്ടുള്ള ദേവിയുടെ ആരാധനയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേത് പ്രത്യക്ഷമായിട്ട് ഇത് ദേവിയാണ് എന്ന സങ്കല്പത്തിൽ പ്രത്യക്ഷമായിട്ട് ചെയ്യുന്നു. ഏത് റൂട്ടിൽ പോയാലും ഒരിടത്ത് തന്നെയാണ് എത്തുന്നത് എന്നുള്ളത്. അപ്പോ നമ്മള് 3 ദിവസത്തെ ആരാധന സമ്പ്രദായമാണ് നമ്മൾ പറഞ്ഞത്. ദേവീ ഭാവങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. 4ാമത്തെ ദിവസം ഇനി കുഷ്മാണ്ഡാദേവിയാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല ഈ കുഷ്മാണ്ഡ എന്താണ് ആ രൂപം അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്വഭാവം എന്നുള്ളത്. അത് ജഗത് സൃഷ്ടി നടത്തുന്ന ദേവീ സ്വരൂപമാണ് കുഷ്മാണ്ഡാദേവി എന്ന് പറയുന്നത്. അണ്ഡം ഈ നമ്മുടെ ഇതിഹാസ പുരാണാദികളിലും അതേപോലെ ജ്യോതിശാസ്ത്രത്തിലും ഒക്കെ പറയുന്നത് ഇത് നല്ല വിമർശനം വരും കേട്ടോ, പക്ഷെ വരട്ടെ. ജ്യോതിശാസ്ത്രത്തിന്റെ സംഹിതാ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പ്രത്യേകിച്ചും വരാഹമിഹിരാചാര്യന്റെ ബൃഹത്സംഹിതയിൽ പ്രപഞ്ചോത്പത്തിയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ സ്വർണ്ണ നിറമുള്ള വലിയൊരു അണ്ഡം ഉണ്ടാവുകയും അതാണ് ആദ്യത്തെ സൃഷ്ടി എന്നാണ് പറയുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലുള്ള വലിയൊരു അണ്ഡം ഉണ്ടാവുകയും പിന്നീട് അതിന്റെ മർദ്ദം കൊണ്ട് അകത്തെ മർദ്ദം കൊണ്ട് ഈ അണ്ഡം മുട്ടയാണ് അത് 2ആയിട്ട് പിളരുകയും ചെയ്തു. അതിൽ നിന്നാണ് സൃഷ്ടിക്രമം ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനൊരു ശക്തി വിശേഷം ഉണ്ടാകണം. ഇതിനകത്ത് മർദ്ദമുണ്ടാവുകയും ഈ അണ്ഡം സൃഷ്ടിക്കുകയും ഇതിനകത്ത് മർദ്ദമുണ്ടാവുകയും അത് പൊട്ടി മാറുകയും അതിൽ നിന്നും സൃഷ്ടിക്രമം നടത്തുകയും ചെയ്യും. സൃഷ്ടിക്കണം, ഏത് സൃഷ്ടിക്കും മാതാവ് ഉണ്ടാവണം. ശരിയാ അല്ലെ? മാതാവിൽ നിന്ന് മാത്രമേ സൃഷ്ടി സംഭവിക്കുള്ളൂ. അപ്പോ ആ സൃഷ്ടിക്ക് സന്നദ്ധയായിരിക്കുന്ന ദേവിയുടെ ഭാവമാണ് ഈ 4ാമത്തെ ദിവസത്തെ ആരാധനാ സമ്പ്രദായം. അപ്പോ സൃഷ്ടിക്ക് സന്നദ്ധ എന്ന് പറയുമ്പോൾ പുതുതായിട്ടുള്ള എന്തിനേയും നമുക്ക് നൽകാനായിട്ട്, അതുവരെയുള്ള ജീവിതാനുഭവങ്ങളെയല്ല, പുതിയതായിട്ട് നമ്മൾ എന്തിനെയെല്ലാം ആഗ്രഹിക്കുന്നുവോ, എന്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുവോ, അത്തരത്തിലുള്ള എല്ലാ പുതുമ ഏറ്റവും വേഗത്തിൽ പുതിയ ജീവിതാനുഭവങ്ങളെ, സന്തോഷങ്ങളെ, നേട്ടങ്ങളെ ഒക്കെ നൽകാൻ സന്നദ്ധയായിരിക്കുന്ന പരാശക്തി രൂപമായിട്ടാണ് കുഷ്മാണ്ഡാദേവിയെ കാണുന്നത്. ആ രൂപത്തിലാണ് 4ാമത്തെ ദിവസത്തെ സങ്കല്പം, ആ ദിവസത്തെ ആരാധന കുഷ്മാണ്ഡാദേവി. അതെ, സൃഷ്ടിമുഖയായിട്ടുള്ള ദേവിയാണ് കുഷ്മാണ്ഡാദേവി. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം പഞ്ചമസ്കന്ധമാദേവി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വിവിധ, എനിക്ക് അങ്ങനെയാട്ടോ മനസ്സിലായത്. ഇത് വേറെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചോ അതൊന്നും എനിക്കറിയില്ല. പലപ്പോഴും എൻ്റെ ചിന്തകളൊക്കെ ഈ രീതിയിലാണ് പോവുക. സ്ത്രീ പ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓരോ പെൺകുട്ടിയെയും ഓരോ സ്ത്രീയെയും കേന്ദ്രീകൃതമായിട്ടാണ് എൻ്റെ ചിന്തകൾ പോവാറ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. കാരണം നമ്മൾ പറഞ്ഞു ആദ്യം നിഷ്കളങ്കയായിട്ടുള്ള കുട്ടിയായിട്ട് ജനിക്കുകയും പിന്നീട് ബ്രഹ്മചാരിയായിട്ടുള്ള ജ്ഞാനം ആർജിക്കുകയും അത് കഴിഞ്ഞിട്ട് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുകയും അത് കഴിഞ്ഞിട്ട് സൃഷ്ടിയുന്മുഖയാവുകയും ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.